അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റാൻഡം വേരിയബിൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്. എന്താണ് റാൻഡം വേരിയബിൾ എന്നും എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ ഞാൻ പറയാം. ഒരു ഇവൻ്റ് സംഭവിക്കുമ്പോൾ നമുക്കവിടെ എന്തെഴുതാൻ കഴിയും? അതിൻ്റെ ഒരു പ്രോബബിലിറ്റി എഴുതാനായിട്ട് കഴിയും. ഓക്കെ, ഞാനൊരു കോയിൻ ടോസ് ചെയ്യുന്നു. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അവിടെ ഹെഡ് വരാം, അല്ലെന്നുണ്ടെങ്കിൽ ടെയിൽ വരാം, ശരിയല്ലേ? ഇതല്ലാതെ മറ്റൊന്നും വരാൻ കഴിയില്ല. 2 കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിലോ 2 കോയിൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നതെങ്കിൽ ടോസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഹെഡ് ടെയിൽ ഹെഡ് ടെയിൽ 4 ഔട്ട്കംസ് വരാം. ഓക്കെ, 4 ഏതെങ്കിലും വരാം. ഇത് 4 ഏതെങ്കിലും ഒന്ന് വരാം, ശരിയാണല്ലോ? ഇതല്ലാതെ മറ്റൊന്നും വരാൻ കഴിയില്ല. ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റിയോ അതും 1/2 ആണ്. ഈ 1/2ഉം 1/2ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഇതാണല്ലോ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓരോ പോയിൻ്റ് ഓഫ് ഔട്ട്കമും അതിൻ്റെ പ്രോബബിലിറ്റി എടുത്ത് നമ്മൾ സം ചെയ്താൽ നമുക്ക് 1 കിട്ടും. ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് 2 ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് 2 ഹെഡ് 1/4 ആണ്. പ്രോബബിലിറ്റി ഓഫ് 1 ഹെഡോ അത് 2/4 ആണല്ലേ? രണ്ടിടത്ത് 1 ഹെഡ് വരുന്ന 2 ഔട്ട്കംസ് ഉണ്ട്. ഓക്കെ, 2/4 ആണ്. അത് കട്ട് ചെയ്താൽ നമുക്ക് 1/2 കിട്ടും. സോ നമുക്കിവിടെ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചാൽ അത് 2/4 കട്ട് ചെയ്യാതിരിക്കുക എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് നോ ഹെഡോ, ഒരു ഹെഡും വരുന്നില്ല എന്നുണ്ടെങ്കിലോ അതും 1/4 ആണ്. കാര്യം നോ ഹെഡ് എന്ന് പറഞ്ഞാൽ 2 ടെയിൽ വരുന്നത്. ഇതിൻ്റെ സമ്മം നോക്കാം നമുക്ക്. 1/4 പ്ലസ് 2/4 പ്ലസ് 1/4. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? താഴെ ഒറ്റ 4 എഴുതിയിട്ട് മുകളിൽ 1ഉം 2ഉം 1ഉം കൂടെ ആഡ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. 4/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. കാര്യം പിടി കിട്ടിയല്ലോ. ഇനി ജസ്റ്റ് വേറൊരു എക്സാമ്പിൾ പറയാം, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ഞാനൊരു ഡൈ ത്രോ ചെയ്യാണ്, ഒരു സ്റ്റാൻഡേർഡ് ഡൈ ത്രോ ചെയ്യാണ്. എന്തൊക്കെയാണ് വരുന്നത്? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം, ശരിയല്ലേ? 1 2 3 4 5 6 ഇതിലേതെങ്കിലും ഒന്ന് വരാം. പ്രോബബിലിറ്റി ഓഫ് 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/6. പ്രോബബിലിറ്റി ഓഫ് 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അതും 1/6. ഒരു 2 അല്ലേ ഉള്ളൂ. പ്രോബബിലിറ്റി ഓഫ് 3 കിട്ടാനുള്ള പ്രോബബിലിറ്റിയും 1/6 ആണ്. പ്രോബബിലിറ്റി ഓഫ് 4 അതും 1/6 ആണ്. പ്രോബബിലിറ്റി ഓഫ് 5 അതും 1/6 ആണ്. പ്രോബബിലിറ്റി ഓഫ് 6 അതും 1/6 ആണ്. ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്ന് സം ചെയ്താൽ നമുക്ക് 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 പ്ലസ് 1/6. ഓക്കെ, സോ ടോട്ടൽ 6 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് 6/6 ദാറ്റ് ഈസ് 1. ഓക്കെ, ഒരു ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണെന്ന് പറയുന്നത്. ഈ 1 നമ്മൾ എങ്ങനെയൊക്കെ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്? 1/2 ആയിട്ടും 1/2 ആയിട്ടും. കണ്ടോ? ഇവിടെ ഈ ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1നെ നമ്മൾ എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്? 1/4 ആയിട്ടും 1/2 ആയിട്ടും 1/4 ആയിട്ടും. ഇവിടുത്തെ ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1നെ നമ്മൾ എങ്ങനെയൊക്കെ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? 1/6, അത് കണക്ക് 1/6 1/6 1/6 1/6 1/6. ശ്രദ്ധിച്ചോ? ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയേ ഉള്ളൂ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഒരു ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1 നമ്മളിങ്ങനെ പല ഇവൻറ്റുകളിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്ത് കൊടുത്തിരിക്കുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് റാൻഡം വേരിയബിൾ എന്നുള്ളത് പഠിക്കാം. റാൻഡം വേരിയബിൾ. ഓക്കെ, റാൻഡം വേരിയബിൾ ശ്രദ്ധിക്കുക. റാൻഡം വേരിയബിൾ ഞാനിവിടെ പറയുകയാണ്, ഒരു കോയിൻ ഞാൻ ടോസ് ചെയ്യാണ്. ഓക്കെ, എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ടോസിങ് എ കോയിനാണ്. ടോസിങ് എ കോയിൻ. ഓക്കെ, ടോസിങ് എ കോയിൻ എക്സ്പെരിമെൻ്റ് ടോസിങ് എ കോയിൻ. അപ്പോൾ അവിടുത്തെ എൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഹെഡും ടെയിലും. ഓക്കെ, ഹെഡും ടെയിലും. ഞാനിവിടെ എക്സ് എന്നും പറഞ്ഞൊരു വേരിയബിൾ എടുത്തിട്ട് അതിനൊരു കണ്ടീഷൻ കൊടുക്കുക. എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തിട്ട് അതിനെന്ത് കൊടുക്കുന്നു? ഒരു കണ്ടീഷൻ. എൻ്റെ കണ്ടീഷൻ ഇതാണ്, ഹെഡ്സ് വരണം, ഹെഡ്സ് കം അപ്പ്. ഓക്കെ, ഹെഡ് വരണം. അപ്പോൾ
എൻ്റെ ഇവൻറ്റുകൾ ഏതൊക്കെ എച്ചും ടെയിലും ആണല്ലേ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുക്കുകയാണ്. ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് എന്താ കൊടുത്തിരിക്കുന്നത്? ഹെഡ്സ് കമ്മപ്പ്. ഓക്കെ, ഹെഡ്സ് കമ്മപ്പ്. എങ്കിൽ എക്സിന് എന്തൊക്കെ വിലകൾ വരാം നോക്കേ. എക്സ് എന്ന് പറയുന്നതിന് എന്തൊക്കെ വിലകൾ വരാം നോക്കിയോ. ഒന്നാമത്തെ ഇവൻറ്റ് ഹെഡ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഹെഡ് വരുന്നുണ്ട്, അതിന് നമുക്ക് ഒരു ഹെഡാണ് അല്ലേ 1 എന്ന് കൊടുക്കാം. രണ്ടാമത്തെ ഇവൻറ്റിലോ ഹെഡ് വരുന്നില്ല, അപ്പോൾ അവിടെ എന്ത് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്താ? ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് മനസ്സിലാക്കിയെടുക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഹെഡ് വരുന്നത് 1, അതായത് ഒരു ഹെഡ് വരുന്ന ആ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ 2-ൽ 1 വട്ടമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ 1/2 ആണ്. ഇവിടെയോ ഹെഡ് വരാത്ത കേസ് എന്ന് പറഞ്ഞാൽ ആര് വരുന്നതാണ്? ടെയിൽ വരുന്നതാണ്. അതിൻ്റെയും പ്രോബബിലിറ്റി എത്രയാണ്? 1/2 എന്നുള്ളതാണ്. ഓക്കെ, 1-2 എക്സാമ്പിളൂടെ പറഞ്ഞാൽ ചിലപ്പോൾ ഇത് കുറച്ചും കൂടി കത്തും. വേറൊരു എക്സ്പെരിമെൻ്റ് എടുക്കാം. എക്സ്പെരിമെൻറ്റ് ശ്രദ്ധിക്കുക. എക്സ്പെരിമെൻറ്റ് ടോസിങ് 2 കോയിൻസ് ടുഗെദർ. 2 കോയിൻ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ടോസ് ചെയ്യണം. ഓക്കെ, സാമ്പിൾ സ്പേസ് എന്താണെന്ന് നോക്കാം. ഹെഡ് 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 ടെയിൽ ടെയിൽ ഹെഡ് ടെയിൽ ടെയിൽ. ഓക്കെ, ഇവിടെ ഞാൻ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ എടുത്തിട്ട് അവിടെ ഒരു കണ്ടീഷൻ കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ കൊടുക്കുകയാണ് ഹെഡ്സ് കമ്മപ്പ്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിന് എന്തൊക്കെ വാല്യൂസ് വരാം എന്നുള്ളത് നമ്മൾ ആദ്യമേ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ശ്രദ്ധിക്കുക, ഓരോ ഇവൻറ്റിലും നോക്കിയാൽ മതി, അപ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ 2 ഹെഡ് വരുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ എക്സിന് 2 എന്ന് പറയുന്നൊരു വേരിയബിൾ, എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് 2 എന്ന് പറയുന്നൊരു വാല്യൂ വരാം. ഇനി ഇവിടെ എത്ര ഹെഡുണ്ട്? 1 ഹെഡ്. ഇവിടെ എത്ര ഹെഡുണ്ട്? 1 ഹെഡ്. അപ്പോൾ 1 ഹെഡ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെയോ ഹെഡ് ഇല്ല, അപ്പോൾ അതെന്താണ്? 0 ആണ്. അപ്പോൾ എക്സിന് എന്തൊക്കെ വാല്യൂസ് അവിടെ കിട്ടി? 2 വരാം, 1 വരാം, 0 വരാം. ഓക്കെ, എങ്കിൽ പി ഓഫ് എക്സ് നോക്കാം നമുക്ക്. പി ഓഫ് എക്സ് 2 ഹെഡ് വരുന്ന എത്ര ഔട്ട്കമാണ് ഉള്ളത്? ഒറ്റ ഔട്ട്കം. അപ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി 1/4. 1 ഹെഡ് വരുന്ന എത്ര ഔട്ട്കമാണ് ഉള്ളത്? 2 ഔട്ട്കം. അപ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി 2/4. 1 ഹെഡ് പോലും വരാത്ത എത്ര ഔട്ട്കം ഉള്ളത്? 1 ഔട്ട്കം. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 1/4. ഓക്കെ, അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന എക്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റാൻഡം വേരിയബിൾ. ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, റാൻഡം വേരിയബിളും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും കുറച്ച് കത്തിയിട്ടുണ്ടോ? ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞ് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാം എന്താണ് ഇതെന്നുള്ളത്. ഓക്കെ, ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് പറയുകയാണ്. ത്രോയിങ് എ ഡൈ. ഒരു ഡൈ എറിയാണ്. അപ്പോൾ അവിടുത്തെ സാമ്പിൾ സ്പേസ് ആദ്യമേ നമുക്ക് എഴുതാം. 1 2 3 4 5 6. ഓക്കെ, ഇനി ഞാനിവിടെ എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ എടുത്തിട്ട് അവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. കണ്ടീഷൻ ഇതാണ്: ഫേസ് അപ്പ് നമ്പർ. ഓക്കെ, സോ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് ഏതെല്ലാം വാല്യൂസ് ഇവിടെ കിട്ടാം? 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം, 4 കിട്ടാം, 5 കിട്ടാം, 6 കിട്ടാം. ശരിയല്ലേ? എങ്കിൽ ഈ ഓരോ വാല്യൂസിൻ്റെയും പ്രോബബിലിറ്റി നമ്മൾ എഴുതി കൊടുക്കണം. പി ഓഫ് എക്സ് പറഞ്ഞു 1/6 1/6 1/6 1/6 1/6 1/6. 2-ന് എന്തുകൊണ്ട് 1/6 വന്നു എന്നൊന്നും ചോദിച്ചു കളയരുത്. കാര്യം 2 എന്ന് പറയുന്നത് ഇവിടെ ഒരു വട്ടേ വരുന്നുള്ളൂ, 3 ഒരു വട്ടേ വരുന്നുള്ളൂ, 4 ഒരു വട്ടേ വരുന്നുള്ളൂ, 5 ഒരു തവണയേ വരുന്നുള്ളൂ, 6 ഒരു തവണയേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവിടെ നമ്മൾ 1/6 എഴുതിയത്. സോ ഇത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടുക? 1 കിട്ടുകയാണ്. ഈ 1-നെ നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ എക്സ് ആണ് എന്തെന്ന് പറയുന്നത്? വേരിയബിൾ, റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് റാൻഡം വേരിയബിൾ എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഓരോ എടുത്ത് റാൻഡം വേരിയബിൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റാൻഡം വേരിയബിളിന് ഒരു വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ റാൻഡം വേരിയബിളിനെ നമ്മൾ വീണ്ടും 2ആയിട്ട് തിരിക്കും. ഈ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ റാൻഡം വേരിയബിളിനെ നമ്മൾ എത്ര ആയിട്ട് തിരിക്കുന്നു? 2ആയിട്ട് തിരിക്കുന്നു. നോക്കാം. റാൻഡം വേരിയബിൾ എന്നുള്ളതിനെ നമുക്ക് വീണ്ടും എത്രയായി തിരിക്കാം? 2ആയി തിരിക്കാം. ഒന്നാമത്തതാണ്, ശ്രദ്ധിക്കുക, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ.
ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. രണ്ടാമത്താണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. ഈ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് റാൻഡം വേരിയബിൾ നമ്മൾ തിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നതിന് ഒരു വാല്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ആ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് റാൻഡം വേരിയബിളിനെ ഇവിടെ നമ്മൾ തിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയുകയാണ്, ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ട്യൂഷൻ സെൻറ്റർ. അപ്പോൾ അവിടെ ഒരു ദിവസം കുറച്ച് കുട്ടികൾ വന്നിട്ടില്ല. അപ്പോൾ അവിടുത്തെ കോർഡിനേറ്റ് സ്റ്റാഫ് എന്തായാലും ആ കുട്ടികളുടെ വീട്ടിൽ വിളിച്ച് തിരക്കാറുണ്ടാവും എന്തുകൊണ്ടാണ് ആ കുട്ടി വരാഞ്ഞത് എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് ഫോൺ കോൾസ് മെയ്ഡ് ബൈ അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒന്നാവാം. ഒരു കുട്ടി വന്നില്ലെങ്കിൽ ഒരാളല്ലേ വിളിക്കും, രണ്ട് കുട്ടി വന്നില്ലെങ്കിൽ രണ്ടുപേരെ വിളിക്കും അല്ലേ, 3 കുട്ടികൾ വന്നില്ലെങ്കിൽ 3 പേരെ വിളിക്കും, 10 കുട്ടികൾ വന്നില്ലെങ്കിൽ 10 പേരെ വിളിക്കും, 20 കുട്ടികൾ വന്നില്ലെങ്കിൽ 20 പേരെ വിളിക്കും. ഇങ്ങനെയല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്. എന്താണ്? ഇൻറ്റിജർ. അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ അത്തരം വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഫോൺ കോൾസ് മെയ്ഡ് ബൈ എന്താണ് ഒരു സ്റ്റാഫ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഹോക്കി സ്കേറ്റ്സ് സോൾഡ് ബൈ എ സ്പോർട്സ് കമ്പനി, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബൂട്ട്സ് സോൾഡ് ബൈ എ സ്പോർട്സ് കമ്പനി. ഇതെല്ലാം എന്താണ്? ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ്. ഇനി എന്താണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു ക്ലാസ്സിലെ എന്താണ് കുട്ടികളുടെ വെയ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 11th. ഓക്കെ, 11th ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ വെയ്റ്റ് അതെന്ന് പറയുന്നത്, ഇപ്പോൾ വെയ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. ഒരാൾക്ക് 30 കിലോയെ വരാൻ പറ്റും, അല്ലെങ്കിൽ 31 കിലോയെ വരാൻ പറ്റും. അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ 31.5 കിലോ വരാൻ സാധ്യതയുള്ള കുട്ടികളില്ലേ, അല്ലെങ്കിൽ 32.8 കിലോഗ്രാം വരാൻ സാധ്യതയുള്ള കുട്ടികളില്ലേ, അങ്ങനെയൊക്കെ വരാം. അല്ലെങ്കിൽ 62.7 കിലോഗ്രാം വരാൻ സാധ്യതയുള്ള കുട്ടികളില്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? റേഞ്ച് ഇപ്പോൾ നമ്മൾ മിനിമം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ വെയിറ്റ് നമുക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 30 കിലോ എങ്കിലും ഉണ്ടാവും അല്ലേ. അതിൽ കുറവുള്ള കുട്ടികൾ വളരെ ചുരുക്കമായിരിക്കും. ഒരു 11th ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ആവറേജ് കുട്ടികൾ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 75 കിലോഗ്രാം ഒക്കെ വരെ എന്ത് ചെയ്യാം, വെയിറ്റ് വരാം. അതാണ്, അത് കൂടാം കുറയാം. ഓക്കെ, ആയിക്കോട്ടെ, അത് പ്രശ്നമില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആർക്ക് വരാം? ഈ വേരിയബിളിന് വരാം, ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് വരാം. അപ്പോൾ ആ വേരിയബിളിനകത്ത് ഒരു റേഞ്ച്, അതാണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഇതിനിടയിലുള്ള ഏത് നമ്പർ വേണമെങ്കിലും വരാം. അത്തരം വേരിയബിളെ നമ്മൾ വിളിക്കുന്നവരാണ് എന്ത്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും ഉണ്ടാവാം, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, റാൻഡം വേരിയബിൾ 2 തരത്തിലാണ് നമുക്കുള്ളത്, ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? നമുക്ക് ഇവിടെ എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന്, അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഡൈ ത്രോ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഫേസിനെ സംബന്ധിച്ചുള്ള ഒരു ചാർട്ടും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക എന്താണെന്നുള്ളത്. സംഭവം സെയിമാണ്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി ഈക്വലി ലൈക്ക്ലി ആണെന്നുണ്ടെങ്കിൽ അവിടെ യൂണിഫോം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഈക്വലി ലൈക്ക്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യാണ്. കോയിൻ ടോസ് ചെയ്യുന്ന ഒരു കേസിൽ 2 ഔട്ട്കം അല്ലേ ഉള്ളത്? എന്തൊക്കെയാണ്? ഹെഡും ടെയിലും. ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര? 1/2. ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര? 1/2. ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഈക്വലി ലൈക്ക്ലി എന്ന് പറയുന്നത്. അതായത് അവിടെ 2 കിട്ടാനുള്ള പ്രോബിലിറ്റി സെയിം ആണ്. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 1 കിട്ടാൻ, 2 കിട്ടാം, 3 കിട്ടാം, 4 കിട്ടാം, 5 കിട്ടാം, 6 കിട്ടാം. ഇവിടെ എത്ര പ്രോബിലിറ്റി? 1/6. ഇവിടെ 1/6, ഇവിടെ 1/6, ഇവിടെ 1/6, 1/6, 1/6. ഇവിടെ എല്ലാം ഒരേ പ്രോബിലിറ്റി അല്ലേ വന്നത്? ഇതിനെയാണ് ഈക്വലി ലൈക്ക്ലി ഇവൻറ്റുകളെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈക്വലി ലൈക്ക്ലി ആയിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഈ യൂണിഫോം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഇവിടെ 1/n എന്ന് കൊടുത്തിരിക്കുന്നത്. 1/n എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. എത്ര ഔട്ട്കംസ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഔട്ട്കമ്മിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/n ആയിരിക്കും. ഇപ്പോൾ 6 ഔട്ട്കം ഉണ്ടെങ്കിൽ ഒരു ഔട്ട്കമ്മിൻ്റെ പ്രോബബിലിറ്റി 1/6 ആയിരിക്കും. 2 ഔട്ട്കം ഉണ്ടെങ്കിൽ ഒരു ഔട്ട്കമ്മിൻ്റെ പ്രോബബിലിറ്റി 1/2 ആയിരിക്കും. അത് ഈക്വലി ലൈക്ക്ലി ആണെങ്കിലുള്ള കാര്യം നമ്മൾ പറയുന്നത്. ഈക്വലി ലൈക്ക്ലി അല്ലാത്ത കേസുകളും ഉണ്ട്. നമ്മൾ നേരത്തെ 2 കോയിൻ ടോസ് ചെയ്യുന്ന കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഹെഡ് വരാനുള്ളത് ഈക്വലി ലൈക്ക്ലി അല്ലല്ലോ. അല്ല, അവിടെ ഓരോന്നിനും ഓരോ പ്രത്യേകം പ്രോബബിലിറ്റി ആണുള്ളത്. അത് ഈക്വലി ലൈക്ക്ലി ഇവൻറ്റുകളല്ല. ഓക്കെ, നമ്മൾ റാൻഡം വേരിയബിളിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. ഏതൊക്കെയാണ്?
എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഉണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് വേരിയബിൾസ് ഉണ്ട്. ഇങ്ങനെ രണ്ടായിട്ട്. അത് ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് യൂഷ്വലി ഇൻഡിജേഴ്സ് ആയിരിക്കും എടുക്കുന്നത്. അതേപോലെ തന്നെ ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ആയിരിക്കും ആർക്കുള്ളത്, കണ്ടിന്യൂസ് വേരിയബിൾസിനുള്ളത്. ഇവിടെ കുറച്ച് എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫൈ ഈച്ച് ഓഫ് ദി ഫോളോയിങ് റാൻഡം വേരിയബിൾസ് ആസ് ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ്. ആൻസറും കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒന്ന് ഓടിച്ച് വായിച്ചു പോവാം. ദ നമ്പർ ഓഫ് ഫോൺ കോൾസ് മെയ്ഡ് ബൈ എ സെയിൽസ് പേഴ്സൺ ആണ്. ഒരാൾ ഒരു സെയിൽസ് പേഴ്സൺ വിളിക്കുന്ന കോളുകളുടെ എണ്ണം ഒരിക്കലും 5.5 കോൾ വിളിച്ചു നമ്മൾ പറയില്ലല്ലോ. എപ്പോഴും ഒന്നെങ്കിലും ഒരു ഇൻഡിജർ ആയിരിക്കും വരുന്നത്. സോ അതെന്താണ്, ഡിസ്ക്രീറ്റ് ആണ്. അടുത്തത് ദ ലെങ്ത് ഓഫ് ടൈം ദ സെയിൽസ് പേഴ്സൺ സ്പെൻഡ് ഓൺ ദി ടെലിഫോൺ. ഒരു സെയിൽസ് പേഴ്സൺ അയാളുടെ കസ്റ്റമേഴ്സിനോടോ അല്ലെങ്കിൽ എന്താണ് ആൻറ്റിസിപ്പേറ്റഡ് കസ്റ്റമേഴ്സിനോടോ സംസാരിക്കുന്ന സമയം അത് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇൻഡിജർ ടൈമിൽ പറയാൻ പറ്റില്ല. കാര്യം അവിടെ ഇപ്പോൾ 1 മണിക്കൂറും 30 സെക്കൻഡും അല്ലെങ്കിൽ 1 മണിക്കൂറും 30 മിനിറ്റും അല്ലെങ്കിൽ 1 മണിക്കൂറും 20 മിനിറ്റും 10 സെക്കൻഡും അങ്ങനെ നമുക്ക് പറയാം. അവിടെ ഒരു സെക്കൻഡുകളിൽ പോലും നമുക്ക് മൈക്രോ സെക്കൻഡ് വെച്ച് വേണമെങ്കിലും പറയാൻ പറ്റും. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ആണ്. അടുത്തത് ദ നമ്പർ ഓഫ് ഹോക്കി സ്കേറ്റ്സ് സോൾഡ് ബൈ എ സ്പോർട്സ് കമ്പനി. അത് നമ്പറിൽ നമ്മൾ പറയില്ല, 5 എന്താണ് ഹോക്കി സ്കേറ്റ്സ് അല്ലെങ്കിൽ 10 ഹോക്കി സ്കേറ്റ്സ് എന്ന് നമുക്ക് പറയാം. സോ അതെന്താണ്, ഡിസ്ക്രീറ്റ് ആണ്. അടുത്തത് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു ദി സൺ. എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് അതെന്താണ്, കണ്ടിന്യൂസ് ആണ്. കാര്യം എർത്ത് മൂവ് ചെയ്യുമ്പോൾ അതാണ്ട് നമുക്കറിയാം, ഇതിപ്പോൾ സണ്ണാണെന്ന് വിചാരിക്കുക. ഓക്കെ, എർത്ത് അതിന് ചുറ്റും എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ സർക്കുലർ ഷേപ്പിലല്ല കറങ്ങുന്നത്, ഇതൊരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത്. സോ എലിപ്റ്റിക്കൽ ഷേപ്പിൽ കറങ്ങുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് അല്ല ഭൂമി ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്നത്. ആ ഡിസ്റ്റൻസിൽ എന്തുണ്ടാകും, വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റൂ, പറയാനായിട്ട് പറ്റത്തുള്ളൂ. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് ഒന്ന് പറഞ്ഞുതരാം, നോക്കണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്താ, എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് കോയിൻ ടോസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഉടനെ എന്ത് ചെയ്യണം, അതിൻ്റെ ഔട്ട്കംസ് ഒരു സെറ്റായിട്ട് അങ്ങ് എഴുതണം, ഹെഡും ടെയിലും. ഓക്കെ, ഇനി ഒരു വേരിയബിൾ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്, അസ്യൂം ചെയ്യാൻ പോകണം. എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ, ഒരു ഡിസ്ക്രീറ്റ് വേരിയബിളാണ്. അറിയാമല്ലോ, ഇതിനകത്ത് ഡിസ്ക്രീറ്റ് വേരിയബിളേ പറ്റുള്ളൂ. ഡിസ്ക്രീറ്റ് വേരിയബിളാണ്. ആ ഡിസ്ക്രീറ്റ് വേരിയബിൾ ഞാൻ ഇങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഹെഡ് കംസപ്പ്. ഓക്കെ, ഹെഡ് വരാനുള്ളത്. അപ്പോൾ ഇവിടെ എക്സും ബി ഓഫ് എക്സും നമുക്ക് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും, ടേബിൾ വരച്ച് ഒന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, പറഞ്ഞോളൂ. എക്സ് എന്ന് പറയുന്ന ഹെഡ് കമ്മപ്പാണ്. ഫസ്റ്റിനകത്ത് എക്സ് ഹെഡ് ഉണ്ടല്ലോ, ഒരു ഹെഡ്. രണ്ടാമത്തെ ഇവൻറ്റിൽ എന്തില്ല, ഹെഡില്ല. അപ്പോൾ 0 ഹെഡ്. ഓക്കെ, പ്രോബിലിറ്റി എത്രയാണ്, 1/2. ഇവിടെ എത്രയാണ്, 1/2. ഇനി എന്താണ് എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രഡിക്റ്റഡ് ആവറേജാണ്. പ്രഡിക്റ്റഡ് ആവറേജ്, അത്രയേ ഉള്ളൂ. നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ ഇത്രയേ ഉള്ളൂ. ഇതൊരു പ്രഡിക്റ്റഡ് ആവറേജ് ആണ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ പ്രോബിലിറ്റി എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ റാൻഡം വേരിയബിളും, അതായത് നമ്മുടെ ഈ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂവിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതിൻ്റെ പ്രോബബിലിറ്റി കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ പ്രോബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് അത് ആഡ് ചെയ്യണം. അതായത് ഇവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ 1 ആകുമ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ്, 1/2. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 1/2 പ്ലസ് അടുത്തത് എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പം അതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ്, 1/2. അപ്പോൾ 0 × 1/2 എന്നിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്യാണ്ടോ. ഈ പ്ലസിനാണ് ഇവിടുത്തെ പ്രാധാന്യം. ഇതിൻ്റെ സമ്മാണ്, ഈ സമ്മാണ് എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, പറഞ്ഞേ. 1 × 1/2 എത്രയാണ്, 1/2 പ്ലസ് 0 × any നമ്പർ എന്താ, 0. സോ ആൻസർ എത്രയാണ്, 1/2. സോ എക്സ്പെക്റ്റഡ് വാല്യൂ ഇ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എത്ര, ആൻസർ 1/2 എന്നുള്ളതാണ്. ഇതാണ് എക്സ്പെക്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത്. ഇത് എത്രയുണ്ടോ അത്രയും നമ്മൾ എന്ത് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സമ്മേഷൻ്റെ സിമ്പലൊക്കെ ഇട്ടിട്ട് ഒരു ഇക്വേഷനൊക്കെ ഇവിടെ ഹോം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും കാണാതെ പഠിക്കണമെന്നില്ല. കൺസെപ്റ്റ് ഇതാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഈസിയായി ചെയ്യാനായിട്ട് പറ്റും. ഇനി പലതരം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോർമുലാസിനെ പറ്റി ഒന്ന് പറഞ്ഞേക്കാം. യൂണിഫോം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ബൈനോമിയൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ജിയോമെട്രിക് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഹൈപ്പർ ജിയോമെട്രിക് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് തൽക്കാലം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആകെ ഇത് മാത്രമേ ഉള്ളൂ. ഏതാ, യൂണിഫോം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഈ എക്സ്പെക്റ്റഡ് വാല്യൂ മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. ഇതൊന്നും പഠിക്കാനായിട്ടില്ല തൽക്കാലം. ബൈനോമിയൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ജിയോമെട്രിക്കൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും നമുക്ക് പഠിക്കാനായിട്ടില്ല. അതൊക്കെ ഇച്ചിരി ഹയർ സ്റ്റഡീസിനാണ്. ഇപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബൈനോമിയൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനൊക്കെ ആവശ്യമാണ്. അതിനെയൊക്കെ പറ്റി ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതിൻ്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ അതൊന്നും നമുക്ക് പഠിക്കാനില്ല. ഇവിടെ നമുക്ക് ആകെ യൂണിഫോം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ എന്ത് ചെയ്യാനായിട്ടുള്ളൂ, പഠിക്കാനായിട്ട് ഉള്ളൂ. ഓക്കെ, ഇതൊന്ന് നോക്കി വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ.
ഓക്കെ, ഇവിടെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നൊരു ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓരോ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയും പറയുന്നുണ്ട്. യൂണിഫോം, അതുപോലെ തന്നെ ബൈനോമിയൽ, അതുപോലെ ജിയോമെട്രിക്, അതുപോലെ ഹൈപ്പർ ജിയോമെട്രിക്. ഇങ്ങനെ വരുമ്പോൾ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂണിഫോം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഓരോ ഇവൻറ്റുകളും ഒക്കറിയാനുള്ള ചാൻസ് ഈക്വലി ലൈക്ലിയാണ്. അതിനാണ് യൂണിഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ റേഞ്ച് വരുന്നത്. സിറ്റുവേഷൻ അനുസരിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി സിറ്റുവേഷൻ. ഇനി അതിൻ്റെ പ്രോബിലിറ്റി ഫോമുല നമ്മൾ നേരത്തെ കണ്ടതാണ്. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/n എന്നുള്ളതാണ്. എക്സ്പെക്റ്റേഷൻ ഫോമുലയും നമ്മൾ പറഞ്ഞതാണ്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓൾ ഐറ്റംസ് ആർ ഈക്വലി ലൈക്ലി. കണ്ടോ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഈക്വലി ലൈക്ലി ആണെങ്കിൽ ഒരു സിംഗിൾ ട്രയൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കോയിൻ ഒരു വട്ടം ഡോസ് ചെയ്യുകയാണ്, ഹെഡ് അല്ലെങ്കിൽ ടെയിൽ വീഴാം. അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ബൈനോമിയലിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മളവിടെ കുറച്ചധികം നമ്പർ ഓഫ് ട്രയൽസ്, ഇപ്പോൾ ഒരു കോയിൻ 5 വട്ടം നമ്മൾ ടോസ് ചെയ്യുകയാണ്. ആ 5 വട്ടം ടോസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വട്ടം വരുന്ന ഹെഡാണോ ടെയിലാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ രണ്ട് ഈ എക്സ്പെരിമെൻറ്റ് ഉദ്ദേശിച്ച് ഇത് സക്സസ് ആണോ ഫെയിലർ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ട്രയൽസ് ആർ ഇൻഡിപെൻഡൻ്റ് ആണ്, സക്സസ് ആർ കൗണ്ടഡ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഹെഡാണ് വീഴുണ്ടെങ്കിൽ നമ്മളിങ്ങനെ 5 വട്ടം ടോസ് ചെയ്യുമ്പോൾ എത്ര വട്ടം ഹെഡ് വീണു എന്നുള്ളത് നമ്മളവിടെ കൗണ്ട് ചെയ്യും. അതാണ് സംഭവം. ഓക്കെ, ഇതിനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ജിയോമെട്രിക് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് കിട്ടണം. ഓക്കെ, നമ്മൾ ആദ്യത്തെ കോയിൻ ടോസ് ചെയ്തു, അപ്പോൾ ടെയിലാണ് വീണത്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ടോസ് ചെയ്യും. അപ്പോഴും ടെയിലാണ് വീണത്. വീണ്ടും നമ്മൾ ടോസ് ചെയ്യും, ടെയിലാണ് വീണത്. ഹെഡ് കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? ടോസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെഡ് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര വട്ടം എന്ത് ചെയ്തു? ഈ കോയിൻ ടോസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് സക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര തവണ എന്ത് ചെയ്തു? കോയിൻ ടോസ് ചെയ്തു എന്നുള്ളതാണ് ഇതിലുദ്ദേശിക്കുന്നത്. അതായത് നമ്പർ ഓഫ് അൺസക്സസ്ഫുൾ ട്രയൽസ് ബിഫോർ എ സക്സസ്ഫുൾ ട്രയൽ ഒക്കേഴ്സ്. കണ്ടോ, അതായത് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് കിട്ടും? അവിടെ നമുക്ക് ആരെ കിട്ടി? ഹെഡ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മളുടെ അൺസക്സസ്ഫുള്ളായിട്ടുള്ള ട്രയൽ എന്ന് പറയുന്നത് 0 ആണ്. കാര്യം ഫസ്റ്റ് ട്രയലിൽ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഹെഡ് കിട്ടി. നമ്മൾ ആദ്യം ഇട്ടപ്പോൾ ടെയിലാണ് കിട്ടിയത്, പിന്നെ ഇട്ടപ്പോഴാണ് ഹെഡ് കിട്ടിയത്. എങ്കിൽ നമ്മുടെ അൺസക്സസ്ഫുൾ ട്രയൽ എന്ന് പറയുന്നത് 1 ആണ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ജിയോമെട്രിക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സംഭവം പിടി കിട്ടിയല്ലോ. ഓക്കെ, ഹൈപ്പർ ജിയോമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബോക്സിനകത്ത് 10 ബോൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനകത്ത് 4 എണ്ണം ബ്ലാക്കും 6 എണ്ണം ബ്ലൂ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്കറിയേണ്ടത് നമ്മളിതിനകത്തുനിന്ന് ഒരു 3 ബോൾ എടുക്കുകയാണ്. ഈ 3 ബോളിൽ 2 എണ്ണം എന്താവണം? ബ്ലാക്ക് ആവണം. 2 എണ്ണം ബ്ലാക്ക് ആവണം. ഓക്കെ, 3 ബോളിൽ 2 എണ്ണം ബ്ലാക്ക് ആവണം. അപ്പോൾ നമ്മൾ ബോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ ബോൾ എടുത്തു, അപ്പോൾ നമുക്ക് 1 ബ്ലാക്കും ബാക്കി 2 എണ്ണം ബ്ലൂവും കിട്ടി. പിന്നെ നമ്മൾ രണ്ടാമത്തെ എടുത്തു, അപ്പോൾ നമുക്ക് 2 ബ്ലാക്കും 1 ബ്ലൂവും കിട്ടി. അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഈ 3 ബോളിൽ 2 ബോളും ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത്? ഹൈപ്പർ ജിയോമെട്രിക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഉയർന്ന തലത്തിലുള്ള ഒരു കൺസെപ്റ്റാണ് ഹൈപ്പർ ജിയോമെട്രിക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ നമ്പർ ഓഫ് സക്സസ്ഫുൾ ഔട്ട്കംസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ റാൻഡം വേരിയബിളിന് അസ്യൂം ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ട്രയൽസ് ആർ ഡിപ്പെൻഡൻ്റ് ആണ്, സക്സസ് ആർ കൗണ്ടഡ്. അത് ട്രയൽസ് ആർ ഡിപ്പെൻഡൻ്റ് ആവാനുള്ള കാരണം എന്താ? നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് എന്ത് ചെയ്യുന്നില്ല? റീപ്ലേസ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ ഓരോ തവണ എടുക്കുമ്പോഴും അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഇവൻറ്റുകളുടെ എണ്ണം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ 3 ബോൾ ആദ്യമേ എടുത്തു കഴിഞ്ഞാൽ 10 ബോളിൽ 3 ബോൾ പോയാൽ പിന്നെ രണ്ടാമത്തെ പ്രോബബിലിറ്റി നമ്മൾ പറയുന്നത് 7 ബോളിലാണ്. കാര്യം 10 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ 3 എണ്ണം എടുത്തു. ഇനി അത് റീപ്ലേസ് ചെയ്യുന്നില്ല, ബാക്കി 7 ബോളേ ഉള്ളൂ. അതിൽ നിന്ന് അടുത്ത് എടുക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ പ്രോബബിലിറ്റി എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? മാറിക്കൊണ്ടേയിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ എക്സ്പെരിമെൻറ്റ് കഴിയുമ്പോഴും പ്രോബബിലിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണെന്തെന്ന് പറയുന്നത്? ഹൈപ്പർ ജിയോമെട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു വെക്കുക. ഈ ഒരു ഡിഫറൻസ് ടേബിൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്കിവിടെ നോക്കാം. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വർക്ക് ഷീറ്റ്. ഓക്കെ, ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ദ ഫോളോയിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിറ്റർമിൻ ദി എക്സ്പെക്റ്റഡ് വാല്യൂ. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഇ ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള സംഭവം അറിയാമല്ലോ. എന്തുവാന്ന്? ഓരോ റാൻഡം വേരിയബിളിനെ അതിൻ്റെ പ്രോബബിലിറ്റി കൊണ്ട് എന്ത് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, ഓരോ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസിനെ അതിൻ്റെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് ഒന്നാമത്തത്? 2 × 0.4 പ്ലസ് 4 × 0.1 പ്ലസ് 6 × 0.5 ചെയ്യാം. 2 4s are 8, 0.8. 4 1s are 4, 0.4. 6 5s are 30, 3.0. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, 0.8, 0.4, 3.0,
12 4.2 എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. 4.2. ഓക്കെ, ഇവിടുത്തെ എക്സ്പെക്റ്റഡ് വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 4.2. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. ഈ ക്വസ്റ്റ്യൻ അത് പറഞ്ഞാൽ ഡിറ്റർമിൻ ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദി സം റോൾഡ് വിത്ത് 2 ഡൈസ് ആൻഡ് ദ എക്സ്പെക്റ്റഡ് സം ഓഫ് ദി 2 ഡൈസ്. ഓക്കെ, 2 ഡൈസ് നമ്മൾ എന്ത് ചെയ്യാണ്? 2 ഡൈസ് ത്രോ ചെയ്യാണ്. അപ്പോൾ അവിടെ ഈ കൊടുത്തിരിക്കുന്ന എന്ത് സം 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ നമുക്കറിയാലോ 1 1 1 2 1 3 1 4 1 5 1 6 ഇങ്ങനെ തുടങ്ങി 6 6 വരെ കിട്ടും. 2 1 ഉണ്ട്, 3 1 ഉണ്ട്, 4 1 ഉണ്ട്, 5 1 ഉണ്ട്, 6 1 മുതൽ ഇങ്ങേറ്റം 6 6 വരെ 36 എന്തോ ഉണ്ട് ഔട്ട്കംസ് ഉണ്ട്. ഇതിനകത്ത് ഇവർ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് സമ്മായിട്ട് വരണം. ഈ എക്സിന് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ റാൻഡം വേരിയബിളാണ്. അതിന് ഓരോ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന എന്ത് ഓരോ നമ്പേഴ്സും സമ്മായിട്ട് വരാനുള്ള പ്രോബബിലിറ്റി ആദ്യമേ ഇവിടെ എഴുതണം. അപ്പോൾ ഇതാണെന്ത് ആദ്യത്തെ ടാസ്ക്. ഓക്കെ, നമുക്കിതിനെ എന്ത് ചെയ്യാം? കുറച്ചും കൂടി ഒന്ന് ഓക്കെ, കുഴപ്പമില്ല, ചെയ്യാം. ഓക്കെ, നോക്കിക്കോളൂ. സ്ഥലം കുറവാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ നോക്കിയത്. എന്തായാലും നോക്കാം. അപ്പോൾ ഇവിടെ 2 സമ്മായിട്ട് വരുന്നത് എപ്പോഴാണ്? 1 1 എടുക്കുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ 2 സമ്മായിട്ട് വരുന്നത്. വേറെ ഏതെങ്കിലും കേസിൽ 2 സമ്മായിട്ട് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 1 1 എടുക്കുന്ന കേസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്താണ് ആൻസർ? 1/36 ആണ്. 36ൽ സമ്മ് 2 വരുന്ന ഒരൊറ്റ ഇവൻറ്റ് മാത്രമേ ഉള്ളൂ. 1ഉം 1 ആഡ് ചെയ്താൽ 2 ആണ്. വേറെ ഒരിടത്തും ഇല്ലല്ലോ? ഇല്ല. അടുത്ത 3 വരുന്നത് എങ്ങനെയാണ്? 3 വരാൻ വേണ്ടിയിട്ട് നമുക്ക് 1ഉം 2 ആഡ് ചെയ്യാം, 2ഉം 1ഉം ആഡ് ചെയ്യാം. അപ്പോൾ 2 എണ്ണം ഉണ്ട്. ഇവിടെ 2/36 ആണ്. ഓക്കെ, അടുത്തതോ 4 വരുന്നത് 2 2ൽ വരുന്നുണ്ട്, 1 3ൽ വരുന്നുണ്ട്, 3 1 വരുന്നുണ്ട്. അപ്പോൾ 3/36. ഞാൻ പറഞ്ഞ മനസ്സിലായോ? 1 3ൽ വരുന്നുണ്ട്, 2 2ൽ വരുന്നുണ്ട്, 3 1ൽ വരുന്നുണ്ട്. ഇവിടെ 3 എടുത്ത് സം എത്രയാണ്? 4 ആണെന്നുള്ള ഓർക്കുക. ഞാനിതങ്ങ് എഴുതി പോവുകയാണ്. ഇത് മൊത്തം എഴുതി ചെയ്യാമെന്ന് പറയുന്നത് വീഡിയോ അത്രത്തോളം ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ്. ഓക്കെ, ഇതറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ 10th ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് ഈ 36 ഔട്ട്കം. ഓക്കെ, അടുത്തത് 5 വരുന്നത് എപ്പോഴാണ്? 5 സമ്മായിട്ട് വരുന്നത് 2 3 1 4ൽ വരുന്നുണ്ട്, 1 4ൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 3ൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ 3 2ൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ 4 1ൽ വരുന്നുണ്ട്. അങ്ങനെ 4 എടുത്ത് വരുന്നുണ്ട്. അത് 4/36 ആണ്. ഓക്കെ, 6 വരുന്നത് അതുപോലെ 5 എടുത്ത് വരുന്നുണ്ട്. നോക്കിയാൽ അറിയാം 5 എടുത്ത് വരുന്നുണ്ട്. അത് 5/36 ആണ്. 7 വരുന്നത് 6 എടുത്ത് വരുന്നുണ്ട്, 7. അപ്പോൾ അത് 6/36 ആണ്. 8 വരുന്നത് 8 നമ്മൾ ചിന്തിച്ചേ ചെയ്യാവുള്ളൂ. 8 വരുന്നത് ഇതിങ്ങനെ എഴുതി പോകുന്നത് കൊണ്ട് അടുത്ത 7 വരുമെന്ന് വിചാരിക്കരുത്. 8 വരുന്നത് ഒന്ന് 2ൻ്റെ കേസിൽ 8 2 6-നകത്ത് വരുന്നുണ്ട്. 3ൻ്റെ കേസിൽ 3 8 അല്ലേ 2 6ൽ വരുന്നുണ്ട്. 3ൻ്റെ കേസിൽ 3 5ൽ വരുന്നുണ്ട്. 4ൻ്റെ കേസിൽ 4 4ൽ വരുന്നുണ്ട്. 5ൻ്റെ കേസിൽ 5 3ൽ വരുന്നുണ്ട്. 6ൻ്റെ കേസിൽ 6 2ൽ വരുന്നുണ്ട്. അങ്ങനെ 5 എടുത്ത് മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 5/36 ആണ്. 9 എന്ന് പറയുന്നത് 4/36 ആണ്. അതേപോലെ തന്നെ 10 വരുന്നത് 2/36. 10 വരുന്നത് 3 ആണ്. 3/36 ആണ്. 3 എടുത്ത് വരുന്നുണ്ട്. 11 2/36 ആണ്. 12 6 ഒരിടത്തേ വരുന്നുള്ളൂ. 1/36 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ P(x), പ്രോബബിലിറ്റി ഓഫ് ദ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മളിതിനെ എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, എക്സ്പെക്റ്റഡ് വാല്യൂ E(x) എങ്ങനെ കണ്ടുപിടിക്കാം? ഓരോ ആൾക്കാരെയും ഗുണിക്കുക. നല്ല പണിയാണ്. ഓക്കെ, 2 × 1/36 പ്ലസ് 3 × 2/36 പ്ലസ് 4 × 3/36 പ്ലസ് 5 × 4/36 പ്ലസ് 6 × 5/36 പ്ലസ് 7 × 6/36 പ്ലസ് താഴോട്ട് എഴുതാം 8 × എന്താണ് പറഞ്ഞു 5/36 പ്ലസ് 9 × 4/36 പ്ലസ് അതേപോലെ തന്നെ 10 × എന്താണ് 3/36 പ്ലസ് 11 × 2/36 പ്ലസ് 12 × 1/36. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ചെയ്ത് നോക്കുമ്പോൾ ആൻസർ എത്ര വരും എന്നറിയാമോ? 7 വരും. ചെയ്ത് നോക്കുക. 7 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ആൻസർ 7 ആണ്. ഓക്കെ, ആൻസർ എത്രയാണ്? 7 ആണ്. ചെയ്ത് നോക്കുക. അടുത്തത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത നോക്കെ. എ സമ്മർ ക്യാമ്പ് ഹാസ് 7 4.6 meter canoe
10 5-meter canoe, 4 5.2-meter canoe, and 4 6.1-meter canoe. Canoes are assigned randomly for campers going on a canoe trip. Show the probability distribution for the length of an assigned canoe. The calculate the expected length of an assigned canoe. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇങ്ങനെ ഈ എൻഡ് പോയിൻറ്റഡ് ആയിട്ടുള്ള വള്ളങ്ങളെ പറയുന്ന പേരാണ് കെനോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോ ലെങ്തിലുള്ള കെനോസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്ന് എത്ര എണ്ണം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓരോന്ന് എത്ര എണ്ണം ഉണ്ടെന്നുള്ളതൊന്ന് എഴുതി നോക്കാം. 4.6 മീറ്ററിൻ്റെ ഉണ്ട്, 5 മീറ്ററിൻ്റെ ഉണ്ട്, 5.2 മീറ്ററിൻ്റെ ഉണ്ട്, 6.1 മീറ്ററിൻ്റെ ഉണ്ട്. ഓക്കെ, ഇത് 7 എണ്ണം ഉണ്ടല്ലേ, 7. ഇത് 10 എണ്ണം ഉണ്ട്, ഇത് 4 എണ്ണം ഉണ്ട്, ഇത് അതെത്ര ഉണ്ട്, അതും 4 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ 17 17ഉം 4 21, 21ഉം 4 25, മൊത്തം 25 എണ്ണം ഉണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും റാൻഡം വേരിയബിളും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, ലെങ്ത് ഓഫ് കെനോ, അത് മീറ്ററിലാണ്, നമ്മളതിനെ എക്സ് എന്നുള്ള റാൻഡം വേരിയബിൾ കൊടുക്കും. ഓക്കെ, ഇവിടെ അതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് പി ഓഫ് എക്സ് എന്നാണല്ലോ നമ്മൾ വിളിക്കുക. ഈ ഓരോ വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി എത്രയാണോ അത്. ഓക്കെ നോക്കാം. ആദ്യം 4.6, പിന്നെ എത്രയുള്ളത് 5, പിന്നെ എത്രയുള്ളത് 5.2, പിന്നെ എത്രയുള്ളത് 6.1. ഓക്കെ, നോക്കാം. 4.6ൻ്റെ എത്ര എണ്ണം ഉണ്ട്, 7 എണ്ണം ഉണ്ട്. 25 എണ്ണത്തിൽ 7, അതാണ് അതിൻ്റെ പ്രോബബിലിറ്റി. ഇവിടെയോ 25 എണ്ണത്തിൽ 5 മീറ്ററിൻ്റെ എത്ര എണ്ണം ഉണ്ട്, 10 എണ്ണം. 25 എണ്ണത്തിൽ 5.2ൻ്റെ 4 എണ്ണവും 6.1ൻ്റെ എത്ര എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട്. ഓക്കെ, പിന്നെ ഈ എക്സ്പെക്റ്റഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ്പെക്റ്റഡ് വാല്യൂ ഇ ഓഫ് എക്സ് ലെങ്ത് ആണ് കേട്ടോ അവിടെ. അതെങ്ങനെ കണ്ടുപിടിക്കും? 4.6 ഇൻറ്റു 7/25 പ്ലസ് 5 ഇൻറ്റു 10/25 പ്ലസ് 5.2 ഇൻറ്റു 4/25 പ്ലസ് 6.1 ഇൻറ്റു 4/25. ഓക്കെ, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.1 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് ലെങ്ത് ഓഫ് ദി കനോ എന്ന് പറയുന്നത് 5.1 മീറ്ററാണ്. ഈ പ്രോബ്ലം ഓക്കെ ആണല്ലോ. അടുത്തൊരു പ്രോബ്ലം നോക്കാം നമുക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ മാനേജർ ഓഫ് ഫയോണാസ് ഫൈൻ ഫുഡ്സ് conducted a study to analyze the length of time her employees spent engaged in a grocery sale per customer. The results are shown in the table below, where time has been rounded to the nearest minute. ഓക്കെ, ടൈം കൊടുത്തിട്ടുണ്ട് 1 മിനിറ്റ്, 2 മിനിറ്റ്, അങ്ങനെ 10 മിനിറ്റ് വരെ. ഫ്രീക്വൻസി 4, 7, 11, 22, 38, 26 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദിസ് ഡേറ്റ. ഈ ഡേറ്റയ്ക്ക് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ടൈം പെർ കസ്റ്റമർ എന്നുള്ളത് നമുക്ക് എന്തായിട്ട് എടുക്കാം, റാൻഡം വേരിയബിൾ എക്സ് ആയിട്ട് എടുക്കാം. പിന്നെ അതിൻ്റെ പ്രോബബിലിറ്റി എടുക്കാം, പി ഓഫ് എക്സ്. ഓക്കെ, ഇവിടെ എന്തൊക്കെ വരും, 1 വരും, 2 വരും, 3 വരും, 4 വരും, അങ്ങനെ 10 വരെ വരും. അതേപോലെ തന്നെ ഇവിടെ 4 നല്ല എഴുതേണ്ടത്, അതിൻ്റെ പ്രോബബിലിറ്റി എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ നമ്പേഴ്സ് എല്ലാം കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഈ നമ്പേഴ്സിൻ്റെ ടോട്ടൽ എടുക്കണം. ഈ നമ്പേഴ്സിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് 153 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ പ്രോബബിലിറ്റി 4/153, രണ്ടാമത്തത് 7/153, അടുത്തത് 11/153, അടുത്തത് 22/153. ഇങ്ങനെ എഴുതിയിട്ട് നമ്മളിതിൻ്റെ എക്സ്പെക്റ്റഡ് എന്ത് കണ്ടുപിടിക്കണം, വാല്യൂ കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 5.49 മിനിറ്റ് എന്നായിരിക്കും കിട്ടുക. ഓക്കെ, 5.49 മിനിറ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അതെന്താണെന്നുള്ളത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യുക, പറയുക. അത് കിട്ടും, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് യു വാണ്ട് ടു സെലക്ട് എ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് 3 പീപ്പിൾ. നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കണം, 3 ആൾക്കാരാണ് അതിൽ വേണ്ടുന്നത്. ദ ഗ്രൂപ്പ് ഫ്രം വിച്ച് ദ കമ്മിറ്റി മെമ്പേഴ്സ്
ക്യാൻ ബി സെലക്റ്റഡ് കൺസിസ്റ്റ് ഓഫ് 4 men and 3 women. നമുക്ക് കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിനെ അവർ തന്നിട്ടുണ്ട്. അതിനകത്ത് 4 മെന്നും ഉണ്ട്, അതുപോലെ തന്നെ 3 വിമനും ഉണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് വേണം 3 പേര് വരുന്നൊരു കമ്മിറ്റി നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാമല്ലോ. എങ്ങനെയാണ് നമ്മൾ മൊത്തം 7 പേരുണ്ട്. 7 പേരിൽ നിന്ന് 3 പേരെ എങ്ങനെ സെലക്ട് ചെയ്യും? എങ്ങനെയാണ് 3 എന്നുള്ളത് എങ്ങനെയാണ് അത് ചെയ്യുക? 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 7. ഇത് എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ്റെ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഫാക്ടോറിയൽ. ഇതൊന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കാം. 7 ഇൻറ്റു എത്രയാണ്? 7 ഫാക്ടോറിയൽ ബൈ 7 മൈനസ് 3 4 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. സോ 7 ഫാക്ടോറിയൽ നമുക്ക് 7 ഇൻറ്റു എങ്ങനെ എഴുതാം? 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. സോ 4 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് പോവാം. 3ഉം 6 കൂടെ കട്ട് ചെയ്ത് 2ഉം കൂടെ കട്ട് ചെയ്ത് പോവും. 7 5s are 35 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 35 എന്നുള്ളതാണ് നമ്മുടെ ടോട്ടൽ ചാൻസസ്. ഓർത്തിരിക്കുക, ടോട്ടൽ ചാൻസസ് 35 ആണ്. നമ്മുടെ പ്രോബബിലിറ്റിയുടെ എല്ലാ ഡിനോമിനേറ്ററിൽ വരേണ്ടത് ഈ 35 ആണ്. ഓക്കെ, ഇനി ഇവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 woman ഈസ് ഓൺ ദി കമ്മിറ്റി. ഒരു വുമണെങ്കിലും ആ കമ്മിറ്റിയിൽ ഉണ്ടാവണം. ഓക്കെ, വാട്ട് ഈസ് ദി എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് വിമൻ ഓൺ ദ കമ്മിറ്റി? നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് നമ്പർ ഓഫ് വിമൻ എന്നുള്ളതിനെ കണ്ടോ, നമ്പർ ഓഫ് വിമൻ ഇതാ ഞാൻ പറഞ്ഞ ഈ പ്രോബബിലിറ്റിയിലെ റാൻഡം വേരിയബിളിനെ പറ്റി. നമ്പർ ഓഫ് വിമൻ എന്നുള്ളതിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? എക്സ് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഈ കമ്മിറ്റിയിൽ എങ്ങനെ അറ്റ്ലീസ്റ്റ് 1 വിമനെങ്കിലും വരണം, കുറഞ്ഞത് ഒരു വിമനെങ്കിലും വരണം. ഒരു വിമനെങ്കിലും വരണം, 2 വിമൻ ആവാം, 3 പേരും ആവാം. 1 വുമൺ ആവാം, 2 വിമൻ ആവാം, 3 വിമൻ ആവാം. ഓക്കെ, 3 പേരെയല്ലേ കമ്മിറ്റിയിൽ എടുക്കാൻ പറ്റുള്ളൂ. ശരി, നമ്മളിതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അതാണ് ഇവിടുത്തെ ടാസ്ക്. ഓക്കെ, അപ്പം നോക്കേ, എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ എത്ര? 35 ആണ്. എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 35 ആണ്. ന്യൂമറേറ്റർ നമുക്ക് കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ 1 വിമൻ എടുക്കാൻ പോവുകയാണ്. നമ്മുടെ കയ്യിൽ ആകെ എത്ര വിമനുള്ളത്? 3 വിമൻ. 3 വിമണിൽ നിന്ന് 1 വിമൻ വരുവാണെങ്കിൽ ബാക്കി 2 പേര്, മൊത്തം 3 പേരല്ലേ കമ്മിറ്റി വരേണ്ടത്. ബാക്കി 2 പേര് എവിടെ നിന്ന് വരണം? മെന്നിന്ന് വരണം. അപ്പോൾ എങ്ങനെ അത് വരിക? അപ്പോൾ 1 എന്താണ്? ഒരാളെ എടുക്കുന്നു എന്ത് ചെയ്യുന്നു? 3 പേരിൽ നിന്ന്. അപ്പോൾ 3 1 കോമ്പിനേഷൻ്റെ ഇതാണ് ഇൻറ്റു എന്താണ്? ബാക്കി 4 പുരുഷന്മാരിൽ നിന്ന് 2 പേരെ എടുക്കുന്നു. അപ്പോൾ ഇവിടെ വരികയാണെങ്കിലോ 3 സ്ത്രീകളിൽ നിന്ന് 2 പേരെ എടുക്കുന്നു, 4 പുരുഷന്മാരിൽ നിന്നും എത്ര പേരെ എടുക്കുന്നു? 4 പുരുഷന്മാരിൽ നിന്ന് ഇവിടെ ഇൻറ്റു ആണ്, ഇതിൻ്റെ ഇടയിലുള്ള സൈൻ ഇൻറ്റു ആണ്. 4 പുരുഷന്മാരിൽ നിന്നും ഒരാളെ എടുക്കുന്നു. ഇവിടെ 3 സ്ത്രീകളിൽ നിന്നും 3 സ്ത്രീകളെ എടുക്കുന്നു, പുരുഷന്മാരിൽ നിന്ന് ആരെയും എടുക്കുന്നില്ല. അപ്പോൾ 4 0 അതാണ് അവിടുത്തെ ഇത്. 4 0 എഴുതിയില്ലെങ്കിലും ഒന്നുമില്ല, ഇത് എടുക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ 3 3 എഴുതിയാലും മതി. ഓക്കെ, ഇനി ഇതൊന്ന് കണ്ടുപിടിച്ച് എഴുതണം. ഇവിടെ ഒരു കോളം കൂടെ കൊടുത്തേക്കാം നമുക്കിത് എഴുതാൻ വേണ്ടിയിട്ട്. കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് പണിയുണ്ടല്ലോ. ആദ്യം 3 1 4 2 കണ്ടുപിടിക്കാം. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം പറ? 3 ഫാക്ടോറിയൽ ഇവിടെ ഇൻറ്റു ആണ്. 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. 4 മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. സോ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? അപ്പോൾ ഇവിടെ 3 ഫാക്ടോറിയൽ 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ 1 ആണ്. ഓക്കെ, 2 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 3 വരും. ഇൻറ്റു 4നെ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ 2 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് പോകാം. ഇവിടെ ഈ 2ഉം ഈ 4 കട്ട് 2 എഴുതാം. അപ്പോൾ 2 3s are 6 എന്ന് വരും. അപ്പോൾ 3 ഇൻറ്റു 6 18. ഓക്കെ, അപ്പോൾ അവിടെ ആദ്യത്തിനകത്ത് വരുന്നത് നമുക്ക് എത്രയാണ്? 18 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 18 ബൈ 35 എന്ന് വരും. അതേപോലെ ഇത് ചെയ്യണം. ഈ കിടക്കുന്നത് ഏതാ? 3 2ഉം 4 1. എങ്ങനെ ചെയ്യാം നമുക്ക്? 3 ഫാക്ടോറിയൽ ബൈ, ഇനി ഞാൻ പെട്ടെന്ന് അങ്ങ് എഴുതി പോവുക. 3 ഫാക്ടോറിയൽ ബൈ 3 നിന്ന് 2 പോയാൽ 1 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 3 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ 1 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പമാവും. അപ്പോൾ 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് 2 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് 3 4s are 12. അപ്പോൾ 12 ബൈ 35. ഓക്കെ, അടുത്ത 3 അത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? 3 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്.
അപ്പോൾ 3 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലൊന്ന് നോക്കിക്കോളൂ. 3 എന്ന് വെച്ചാൽ എന്താ 3 ഫാക്ടോറിയൽ ബൈ 3 - 3 0 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയലാണ്. അപ്പോൾ 3 ഫാക്ടോറിയൽ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോകും. 0 ഫാക്ടോറിയൽ എപ്പോഴും വാല്യൂ എത്രയാണ്, 1 ആണ്. സോ ഇവിടെ 1/35 ആണ് ഇവിടുത്തെ ആൻസർ. നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോരുത്തരെയും 1നെ 18/35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് 2നെ 12/35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് 3നെ 1/35 കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ നമ്മൾ ചെയ്ത് കിട്ടുന്ന വാല്യൂ എത്രയാണോ അതാണ് എന്ത് എക്സ്പെക്റ്റഡ് വാല്യൂ. അങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ 1.3 കിട്ടും. ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് എത്രത്തോളം വലുതാണെന്നുള്ളത് ആലോചിക്കുക. ഈ ഒരു കൺസെപ്റ്റ്, ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതിനൊക്കെ റാൻഡം വേരിയബിളും അത്ര നിസ്സാരക്കാരനല്ല. നമ്മൾ നന്നായിട്ട് ഇവിടെ പെർമുട്ടേഷനും കോമ്പിനേഷനൊക്കെ ഉപയോഗിക്കാൻ അറിയണം. പെർമുട്ടേഷനും കോമ്പിനേഷനൊക്കെ കുറച്ച് കാര്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഇതിൻ്റെ വേറെ കുറച്ച് ഹയർ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ലെവലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് പഠിച്ച് വെച്ചേക്കുക. ഇത് മാത്രമേ ആവശ്യമുള്ളൂ. വലിയ ലെവലുള്ള ക്വസ്റ്റ്യൻസ് വലിയ ക്ലാസ്സുകളിൽ മാത്രമേ വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.